ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്നത് പാർല ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലാണ്. LDF കനത്ത പ്രതീക്ഷയുള്ളത്, അതായത് LDF കാറ്റ് അനുകൂലമെന്ന് തന്നെയാണ് ഈ പാർല ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ മുക്കിലും മൂലയിലുമുള്ള ആ ഒരു പ്രചരണ വേദിയിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റിംഗ് സീറ്റാണ്. ഇപ്പോൾ ഈ കുറി സുപരിചിതമായ വ്യക്തിത്വം, ഒരുപക്ഷെ പാർലങ്കാർക്ക് അത്ര പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമേ ഇല്ല. ജെയിംസ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഈ പ്രാവശ്യം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഗോദാവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും. പാർല ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വോട്ടായിട്ട് മാറുമെന്ന വലിയൊരു പ്രതീക്ഷയുണ്ട് LDF. നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി ചേരണം. മാഷേ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലെ അംഗത്തട്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വോട്ടായിട്ട് മാറാനുള്ള ഒരു ഘടകമല്ലേ? വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലം ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡുകളിൽ മത്സരിക്കുന്നത്. 17 വാർഡും ജയിച്ചു കയറാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് പഞ്ചായത്തിലെ ജനങ്ങൾ. എല്ലാ മുക്കിലും മൂലയിലും, അതുപോലെ പാർല ഗ്രാമപഞ്ചായത്തിലെ 7000-ഓളം ഭവനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്തെ ഭരണവും ഈ പാർല ഗ്രാമപഞ്ചായത്ത് 5 വർഷമായിട്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനം മാത്രം പറഞ്ഞാണ് ഇടതുപക്ഷം വോട്ട് തേടുന്നത്. നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു. കേരള PSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യുവാക്കൾക്കുള്ള ഒരു ചോദ്യത്തിലെ ഉത്തരം പോലും പാർല ഗ്രാമപഞ്ചായത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ തെരുവ് വിളക്ക് പ്രഖ്യാപിത പഞ്ചായത്ത് അത് പാർല ഗ്രാമപഞ്ചായത്താണ്. കുട്ടികൾ PSCക്ക് പഠിക്കുന്നു ആ ചോദ്യം എന്ന് പറഞ്ഞതുപോലെ സമഗ്ര മേഖലയിലും എല്ലാ വികസനവും കൊണ്ടുവരാനായിട്ട് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാനും അതിലൊരാളാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ഈ 13-ാം വാർഡ് നിലനിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അനുകൂല കാറ്റാണ് അടിക്കുന്നത് അല്ലേ? ഈ അനുകൂല കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് കാറ്റായി മാറുന്നത്. ലോകത്ത് ഒട്ടേറെ രാജ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിലെ കേരളത്തിൽ മാത്രമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൊടുത്തു വരുന്ന ഒരു സംസ്ഥാനം. അത് 2000 രൂപയാണ് മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സ്ഥലങ്ങളിലും ഇതുപോലെയുള്ളൊരു പെൻഷൻ സമ്പ്രദായം നടപ്പാക്കിയിട്ടില്ല. 62 ലക്ഷം പേർക്ക് 2000 രൂപ, ഒരു മിക്കവാറും വീടുകളിലെ അച്ഛനും അമ്മയ്ക്കും പെൻഷൻ ഉണ്ടെങ്കിൽ 4000 രൂപ ഈ വയസ്സുകാലത്ത് മരുന്ന് വാങ്ങിക്കാൻ, അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കാരണന്മാർക്ക് കിട്ടുന്നൊരു ഏറ്റവും വലിയ സുവർണാവസരമാണ്. ഇതുപോലെ തന്നെ മറ്റ് മാതൃകാ പദ്ധതികൾ, അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ LDFൻ്റെ തൂത്തുവാരുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വിജയം വരും. പാർല ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡിലും ജയിക്കാവുന്ന അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു വാർഡിൽ നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പതുക്കെ സഞ്ചരിക്കാം. സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ തന്നെ മീഡിയ ഫോറും ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇവിടെയൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പാർല ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിര സാന്നിധ്യം തന്നെയാണ്. ഈ കുറിയും മത്സരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ സീറ്റ് ഇങ്ങനെ തന്നെ നിലനിർത്തും, വീണ്ടും തുടർ ഭരണത്തിലേക്ക് തന്നെ പാർല ഗ്രാമപഞ്ചായത്ത് പോകും എന്ന ഒരു കനത്ത വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരിടണമെന്ന മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം കണ്ടുമുട്ടാം.